യെസ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്താ വെച്ചാൽ നമ്മളെ ബസ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ കുറേ ആൾക്കാർ കളിക്കലുണ്ട്. അതേപോലെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളൊരു മാനേജർ ഇല്ലെങ്കിൽ ആ മാനേജറുടെ സ്കില്ല് ക്വിക്ക് കൗണ്ടറാണ്. അപ്പോൾ ഈ ക്വിക്ക് കൗണ്ടർ കളിക്കുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട്. പലർക്കും നേരാമണ്ണം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെല്ലാം പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ഫോർമേഷൻ ആയിട്ടാണ്. അപ്പോൾ ഈ ഫോർമേഷൻ എടുക്കാൻ നിങ്ങൾ രണ്ട് ഫോർമേഷൻ ചൂസ് ചെയ്താൽ മതി. അതായത് 4-3-3 അല്ലെങ്കിൽ 4-1-2-3. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ഫോർമേഷൻ അല്ല, ഈ ഫോർമേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രണ്ട് ഫോർമേഷനിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറയും. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ 4-3-3 എടുക്കാമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ 4-3-3 എടുത്തിട്ട് ഈ ഫോർമേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആകെയല്ല കുറേ കാര്യം ചെയ്യണം. ഞാൻ ഈ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക, DMFനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് താഴേക്ക് വെച്ചിട്ട്, അതേപോലെ 2 CMFനും കുറച്ച് മുകളിലേക്ക് വെച്ച് വെക്കാം. ഓക്കെ, പിന്നെ അത് കറക്റ്റ് നിങ്ങൾ ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ പിന്നെ എനിക്കെന്തോ അങ്ങനെ വെച്ച ഒരു സ്റ്റൈല് നല്ല ഭംഗിയിൽ കാണുന്നതിലുകൊണ്ട് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഈ അറ്റാക്കിൽ ഈ 2 വിങ്ങേഴ്സിന് CF ആക്കി വെക്കാം. പിന്നെ നമ്മളെല്ലാ പണിയും ഡിഫൻഡേഴ്സിനെ നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറക്കി വെക്കുക. അതായത് വിങ് നല്ല രീതിയിൽ കയറ്റി വെക്കാതെ ഈ കാണുന്ന പോലെ ഇറക്കി വെക്കുക. സെൻട്രൽ ബാക്സിനെ താഴോട്ട് ഇറക്കി വെക്കുക. ലെഫ്റ്റ് ബാക്കിന് റൈറ്റ് ബാക്കിന് ഇതേപോലെ അലൈൻ ചെയ്യുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എങ്ങനെയാണോ ഉണ്ടായാലും അതുപോലെ വരച്ച് വെക്കാം ഡിഫൻസിലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊസിഷനെല്ലാം ഷോർട്ട് ചെയ്യുക. അതായത് ഒരു പെർഫെക്റ്റ് DMF പ്ലെയർ ആയിരിക്കണം DMF കളിപ്പിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സ്പോർട്സിനല്ല ബുസ്കറ്റ്സിനായിരിക്കും DMF കളിപ്പിക്കുക. കാരണം ബുസ്കറ്റ്സ് ഒരു പെർഫെക്റ്റ് ആങ്കർ മാനാണ് DMFിൽ. സോ ബുസ്കറ്റ്സിനെ അവിടെ കളിപ്പിക്കും. അതേപോലെ ടോട്ടിയെ ഞാൻ സെൻറ്റർ മിഡ് കൊണ്ട് വെക്കാനായിട്ടാണ് ഉള്ളത്. അപ്പോൾ ടോട്ടിയും സ്കോൾസും ആയിരിക്കും എൻ്റെ സെൻറ്റർ മിഡ് കളിക്കുന്നത്. സോ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അറ്റാക്കിൽ 2 സെക്കൻഡ് സ്ട്രൈക്കറും ഒരു CFും. നടുക്കില്ലാൾ CF ആയിരിക്കും, ബാക്കി 2 സെക്കൻഡ് സ്ട്രൈക്കർ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ടീം. ഇറ്റ്സ് എ ബെസ്റ്റ് ഫോർമേഷൻ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, അതിൽ ഞാൻ ആങ്കറിങ്ങാണ് കൊടുക്കുന്നത്. അതായത് മെസ്സിക്കും സലക്കും, അതായത് 2 സെക്കൻഡ് സ്ട്രൈക്കർ പ്ലെയർക്കും ആങ്കറിങ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഓഫാക്കി വെക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ മാൻ മാർക്കിംഗ് ആണെങ്കിൽ മാൻ മാർക്കിംഗ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതാണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്വാഡ്. അതായത് ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോർമേഷനും ഈ ഒരു ടാക്ടിക്സും എല്ലാം. നിങ്ങൾ ഈ ഫോർമേഷൻ ട്രൈ ചെയ്യുക, ഈ ടാക്ടിക്സ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാക്ടിക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് വെച്ച് കളിക്കുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.